എല്ലാ കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം മനോഹർ കിരണിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിക്കുവാണ്. ദുഃഖം അഭിനയിച്ച് നിൽക്കണ സമയത്ത് കല്യാണി വെറുതെ വിടുവാ. കല്യാണി അവനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അതെ, നീ കൂടുതൽ കിടന്ന് അഭിനയിക്കുമൊന്നും വേണ്ട മനോഹറെ. നിന്റെ സ്വഭാവം എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ കിടക്കുന്ന കിരണേനും അറിയായിരുന്നു. നീ എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചിട്ടാ, എന്നിട്ടാണ്ടാ നീ ഇങ്ങനെ വന്ന് ഖേദം പ്രകടിപ്പിക്കുന്നൊക്കെ ചോദിക്കുക. കല്യാണി, അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ നിന്റെ പുറകെ നീ എത്ര പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നുണ്ടാ എന്നൊക്കെ ചോദിക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അറിയാലോ, നിന്റെ അവസാനമായിരിക്കും അതോട് കൂടിയിട്ട്. പിന്നെ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ, സരയു, അവള് കാര്യങ്ങളൊക്കെ അറിയൂന്ന് പറയാ. ഇത് കേട്ടപ്പം മനോഹറിന്റെ നെഞ്ചിലൊരു ഇടുത്തിയുണ്ടായി. ദൈവമേ, വന്ദനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയുവോ? ഈ സമയത്ത് മനോഹർ പറഞ്ഞു, കല്യാണി, ഇപ്പഴങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഡീസന്റാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു, എനിക്കറിയാടാ. ഇനിയിപ്പം നീയും ഇതിനോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ളൂ. എന്റെ കിരണേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രാഹുലും പ്രകാശനും ഒക്കെ ചേർന്ന സമയത്ത് ഇല്ല കല്യാണി, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ കിരൺ സാറിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുവോ? അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറയാം. കാര്യം പറഞ്ഞാൽ ഞാൻ പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ഇട്ടെറിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് വരെ ആരെ ഞാൻ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അത് മാത്രമേ ഇനി നിന്നെ ഒന്ന് അറിയാനായിട്ടുള്ളൂ. ഇനി ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷെ നാളെ അങ്ങനെ ആയിക്കൂടുന്നില്ല. നിന്റെ സ്വഭാവമല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. താരാന്റിനെ നീയും ശാരിയ അവരും കൂടെ ചേർന്നിട്ടല്ലേ കൊണ്ടുപോയി റോഡിൽ കൊണ്ട് ഇട്ടെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാനല്ലോ കല്യാണി ചെയ്തേ. അങ്ങനെ അവസ്ഥ ഞാൻ പെട്ടുപോയതല്ലേന്ന് ചോദിക്കാം. ഇനി കൂടുതൽ നീ കിടന്ന് അഭിനയിക്കണ്ട. ചെന്ന് പറഞ്ഞേരെ, എന്റെ കിരണേട്ടന്റെ അന്ത്യം കാണാൻ ഇരിക്കുന്നതോട് ചെന്ന് പറഞ്ഞേരെ, എന്റെ കിരണേട്ടന് ഏതെങ്കിലും ഒരു സമയത്ത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്. അതിനു വേണ്ടിയിട്ട് പെട്ടി വാങ്ങിച്ച് കാത്തിരിക്കുന്നതോടെ നീന്ന് പറഞ്ഞേരെ. നിന്റെ ഭാര്യയ്ക്കും നിന്റെ അമ്മായിമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എന്റെ കിരണേട്ടൻ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോ. ഉറപ്പായിട്ടും കിരണേട്ടൻ എഴുന്നേറ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം എന്ന് പറയാ. ഇത് കേട്ടത് മനോഹർ പറഞ്ഞു, അങ്ങനെ തന്നെയാ കല്യാണി ഞാനും പ്രതീക്ഷിക്കുന്നേ. കിരൺ സാർ എത്രയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരണം, ഞാനും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് കിരൺ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവന്റെ അഭിനയം കൊള്ളാല്ല കല്യാണി നിൽക്കുക. പിന്നെ ആണോന്നോ വന്ദനയുടെ അരിയിലേക്കായിരിക്കും ഇനിയിപ്പൊ അവന്റെ പോക്കെന്ന് പറഞ്ഞാല്. വരുണാന്നുള്ള കാര്യം അറിയത്തില്ല അവന്. ഈ പറയുന്ന വന്ദന വരണാന്നറിയുന്ന ആ നിമിഷമാണ് അവൻ ഇനി അനുഭവിക്കാനായിട്ട് പോകുന്നത്. പോരാത്തന് എല്ലാ പെൺപടകളും കൂടിയിട്ടല്ലേ അവനെ കുരുക്കിയിരിക്കുന്നേ. ഇത് അധിക കാലൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അധികം വൈകാതെ തന്നെ അവന്റെ കളത്തരങ്ങളൊക്കെ പൊളിയൂന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അത് ശരിയാ, ഇനി അധിക കാലം അവനിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഇനി ഒരു കാരണവശാലും ഒരു പെൺകുട്ടിനെ പോലും അവൻ വഞ്ചിക്കരുത്. അതുപോലുള്ള പണിയായിരിക്കണം അവനിട്ട് കൊടുക്കണ്ടേന്ന് പറയണം. അതിനുള്ള പണിയൊക്കെ ഇതേ വരുണും നിധി എല്ലാരും കൂടെ ചേർന്ന് തയ്യാറാക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഇവന് അങ്ങ് ചെന്ന് വീണ് കൊടുത്തേക്കുക. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം. മനോഹറിന്റെ കാര്യത്തില് ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് കാർത്തിക് കല്യാണിയെ വിളിക്കുകയാണ്. ഗംഗാപ്രസാദിനെ കുറിച്ചൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കാർത്തിക് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കിരണേട്ടനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് കിരണിനോട് പറഞ്ഞു, അതെ, കാർത്തികയെ വിളിച്ചേ, അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവന് പിന്തുടർന്നോണ്ടിരിക്കുവാന്നാ പറയണേ. കാർത്തികേച്ചിനി ഇപ്പം കാർത്തികേച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, കാർത്തികയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ലോ എന്ന് പറയണം. അത് ശരി തന്നെയാ, പക്ഷെ കാർത്തികേച്ചിക്ക് വിഷമമുണ്ടെന്ന് തോന്നേ. ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അവനെങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്നൊരു ഭയം. അങ്ങനെ അവൻ വരുവാണെ വരട്ടെ എന്ന് പറയണം. നമുക്ക് അവനെ വെറുതെ വിടാൻ പാടുണ്ടോ? അവനിങ്ങോട്ട് വരട്ടെ, അവന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയണം. പിന്നീട് കിരണിനെ കാണാനായിട്ട് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് കല്യാണിയും കിരണും കൂടെ കാർത്തികനെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആരോട് വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പെട്ടെന്ന് അനങ്ങാതെ കിടക്കുവാണ്. ഈ സമയത്ത് കല്യാണി പോയി കഥ തുറന്നു നോക്കിയപ്പോഴത്തേനും ഗംഗാപ്രസാദാണ്. ആഹാ, ജെറിച്ചോണ്ട് കയറി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. പിന്നീട് കല്യാണിയായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് കാർത്തിക ഒരു ചർച്ചാ വിഷയമാണ് അവരുടെ ഇടയിലേക്ക്. പിന്നീട് കാർത്തികയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കല്യാണി ജെറിയോട് പറയുവാണ്. കാർത്തികേച്ചി ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയില. കാർത്തികേച്ചിനെ ഇല്ലാതാക്കാനായിട്ട് ചെന്നൈയിൽ നിന്ന് ഒരുത്തം വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ എപ്പോഴും ഏത് നിമിഷം വേണേലും അവന് കാർത്തികേച്ചിനെ ഇല്ലാതാക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും അറിയത്തില്ലാത്ത മട്ടിലെ ഗംഗാപ്രസാദ് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയത്ത് കല്യാണി കാര്യങ്ങളൊക്കെ പറയണം. സ്വത്തുക്കൾ ഇങ്ങനെ കൈയടക്കാൻ വേണ്ടി അവൻ വരുന്നതെന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ
ഗംഗാപ്രസാദ് പറഞ്ഞു, അല്ല എന്നൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അവന്റെ അച്ഛന്റെ സ്വത്തല്ലേ, അപ്പൊ അത് അവനും കൂടെ അർഹതപ്പെട്ട സ്വത്തല്ലേ. പിന്നെ ഇത് ഇവര് തന്നെ വെക്കുന്നോണ്ടല്ലേ ഒരു പക്ഷേങ്കിൽ അവന് ഈ പറയുന്ന കാർത്തേനെ ഇല്ലാതാക്കാനായിട്ട് വരുന്നേ. അങ്ങനെയാണെങ്കിൽ അവൻ ആ സ്വത്ത് അങ്ങോട്ട് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ കല്യാണം പറഞ്ഞു, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന ഗംഗാപ്രസാദ് എന്ന് പറയുന്ന അവനെന്ന് പറഞ്ഞ ഒരു ഫ്രോഡാണ്. അവനെ കൊല്ലും കൊലയും നടത്തുന്നവനാ. പിന്നെ പോലീസോ ജയിലെന്നോ അവന് പേടിയുള്ളവനല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഭയം. കാരണം കാർത്തിയേച്ചി തന്നെയുള്ളൂ. അതുകൊണ്ട് കാർത്തിയേച്ചിക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയാം. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിരണേട്ടന് വയ്യാത്തോണ്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു, അതാണ് കാര്യം. ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സഹായം ചെയ്യാന്ന് പറയണം. കാരണം കിരണിനെ രക്ഷിച്ചത് ഈ പറയുന്ന ഗംഗാപ്രസാദ് എന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് കല്യാണി ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ജെറി ഈ പറയുന്ന ഗംഗാപ്രസാദ് എന്നുള്ള കാര്യം കാർത്തിക്കാണെങ്കിലും അല്ലെങ്കിൽ കല്യാണിക്കോ കിരണോ ആർക്കും അറിയത്തില്ലല്ലോ. ഈ സമയം ഗംഗ ഒരു മനസ്സിലൊരു കാര്യം കുറിച്ചിടുക, രക്ഷപ്പെട്ടു. ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ കാര്യം നിർവഹിച്ച് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനിയിപ്പൊ ഇവരെ കയ്യിലെടുത്തു. ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള വിവരങ്ങളും തനിക്ക് തന്നു. താനാണ് ഗംഗാപ്രസാദ് എന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. നല്ല കാര്യമായി. ഇതെന്താണെങ്കിലും വിനിയോഗിക്കാം, മാക്സിമം വിനിയോഗിക്കാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. ഇനിയിപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പൊ തന്നെ ഒരു കാരണവശാലും അവള് കാർത്തിയെ കാണാതിരുന്നാൽ മതി. ഈ വീട്ടിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ട പ്രശ്നമോ, പുറത്തു വെച്ച് കണ്ടാലും കുഴപ്പമില്ല. പിന്നീട് അവൻ കല്യാണിയോട് പറഞ്ഞു, അതെ കാർത്തിയോട് പറഞ്ഞേരെ, വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരിക്കുക, ഞാനുണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, പാവം ചെറുച്ചേട്ടൻ നല്ല സ്വഭാവമല്ലേ കിരണേട്ടാന്ന് ചോദിക്കുക. കിരണേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓർമ്മശക്തി തിരികെ കിട്ടിയ കാര്യം പറയായിരുന്നു ചെറുച്ചേട്ടനോട്. നമ്മൾ കാണിക്കുന്ന ക്രൂരതയല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, വരട്ടെ കല്യാണി, ഒരു പക്ഷേങ്കിലും സമയം ഇനിയും ഉണ്ടല്ലോ, നമുക്ക് ആലോചിച്ചുറപ്പിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എടപ്പടി നീ കാര്യങ്ങളൊന്നും എന്താണെങ്കിലും ആരോടും പറയാനൊന്നും പോണ്ട. മനുഷ്യന്മാരല്ലേ, ഏത് തരക്കാരാന്ന് നമുക്ക് പറയാൻ പറ്റില്ലോ. ഈ പറയുന്ന ജെറീനയാണ് നമ്മൾ കണ്ടിട്ട് അധിക ദിവസമൊന്നും ആയല്ലോ എന്ന് പറയാം. അത് ശരിയാ, എന്നാലും കിരണേട്ടൻ രക്ഷിച്ചല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരിയാ, നമുക്ക് സമയമുണ്ടല്ലോ, സമയ സന്ദർഭം വരുമ്പോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയാണ്. പിന്നീട് വന്ദനയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞിട്ട് മനോഹർ എന്ത് ചെയ്യണം, വില കൂടി ഗിഫ്റ്റ് ഒക്കെ പോയി വാങ്ങുകയാണ്. വന്ദനയ്ക്ക് കൊടുക്കണം, അവളെ കയ്യിലെടുക്കണം, അവളുടെ വീട്ടുകാരെയും കയ്യിലെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വില കൂടി ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം. പോരാത്തിന് 1 കോടി രൂപയുടെ ചെക്കാ തന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ അത് മാറിയും കിട്ടും. പിന്നെ ഇപ്പൊ തനിക്ക് എത്ര രൂപ അവൾക്ക് വേണ്ടി മുടക്കിയാൽ എന്താ കുഴപ്പമിരിക്കുന്നേ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ കടയിലേക്ക് പോയിട്ട് വില കൂടിയ ഗിഫ്റ്റ് ഒക്കെ മേടിക്കുകയാണ്. ഈ സമയത്ത് വന്ദന നിധിയോടും ജുബാനോടും ഒപ്പം ഇരിക്കുകയാണ്. പിന്നീട് ജുബാന പറഞ്ഞു, ഇന്നവും പരിപാടിക്കും ബർത്ത്ഡേ ആഘോഷിക്കാൻ പരിപാടിക്കും അല്ലേന്ന് ചോദിക്കാം. വരാതിരിക്കാൻ പറ്റുമോ? ഈ ബർത്ത്ഡേ പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യമല്ലേന്ന് ചോദിക്കും. അവൻ വരട്ടെ, വില കൂടി ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തരട്ടെ, അവന്റെ ഇത് മാക്സിമം ഊറ്റാൻ പറ്റുന്നത് ഊറ്റണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയണം. അങ്ങനെ കുറെ സമയത്ത് സംസാരിച്ചിരുന്നിട്ട് വരൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് സോന്തി വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, നീ ഇത് എവിടെ പോയിരിക്കുന്നു ഇത്ര സമയം? മിക്കവാറും ഇപ്പൊ തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം. അതൊന്നും സാരമില്ലമ്മേ. അല്ല, ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്തേക്ക് പോയി പെട്ടെന്ന് റെഡി ആവട്ടെ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, വരൻ അകത്തേക്ക് പോവുകയാണ്. അകത്ത് പോയി പെൺവേഷം കിട്ടുക. അങ്ങനെ പെൺവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുവാണ്. മനോഹർ വരുന്നേ ഒന്നും രണ്ടും അല്ല, ഡ്രസ്സായിട്ടും സ്വർണമായിട്ടും അങ്ങനെ കുറെ വില കൂടി ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. ഈ ഗിഫ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഗന്ധി രാഘവനെ നോക്കുകയാണ്. പിന്നീട് രാഘവൻ പറഞ്ഞു, എന്ത് പരിപാടിയാണ് മോനേത്, നിന്നോട് പറഞ്ഞല്ലായിരുന്നു മോളിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരണ്ടാന്ന്. അതങ്ങനെയല്ലോ വെച്ചാ, ബർത്ത്ഡേ അല്ലേ, ഞാനും മന്ദിരങ്ങളെ വിവാഹം കഴിക്കാൻ പോവല്ലേ, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വിവാഹം കഴിയും. പിന്നെ അവളെന്റെ ഭാര്യയല്ലേ, അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് കൊടുത്താൽ എന്താ കുഴപ്പമിരിക്കുന്നേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛാ, അച്ഛനൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുഗന്ധി പറഞ്ഞു, എന്നാലും മോനെ ഒരെന്നാലും ഇല്ലെന്ന് പറയാണ്. അതെ, അവൾ എന്തിയെന്ന് ചോദിക്കാണ്. അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ തന്നെ ഇറങ്ങി വരുമെന്ന് പറയണ. പിന്നീട് മനോഹർ അവിടെയൊക്കെ ചുറ്റുമൊക്കെ നോക്കി, സൂപ്പർ ആയിട്ടുണ്ട്, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കണം തോന്നേ, ഇഷ്ടപ്പെട്ടു, ഇങ്ങനെയാണ് കല്യാണത്തിന് ശേഷം ഒരു പൊളിക്കണം എന്നൊക്കെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ വന്ദനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.